നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസി എന്നുള്ളത്. കാരണം നമ്മളുടെ ഈ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. അതിപ്പം ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള എന്തിനെപ്പറ്റിയും പുതുതായിട്ടൊരു അറിവ് നേടുന്നത് മുതൽ മറ്റൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ നമുക്ക് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഒരു ക്ലിക്കുകളുടെ അകലത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഐഫോണിൽ എസ്പെഷ്യലി നിങ്ങൾ iOS 16 ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഐഫോണിൻ്റെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഐഫോണിൽ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ iPhone XS മുതലുള്ള ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, XS മുതൽ മേളിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ അറിയാം iPhone 14 Pro Max വരെയുള്ള ഡിവൈസുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ സിം മാറ്റി നിങ്ങൾ ഈ സിമ്മിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സോ ഈ സിം എന്താണ്, ഈ സിം എങ്ങനെ നമ്മുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. സോ നമ്മുടെ ഐഫോണിൽ ഏതൊക്കെ സിം ഈ സിം ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എങ്ങനെ അത് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സകല ഡീറ്റെയിൽസും ഇതിലുണ്ട്. സോ നിങ്ങൾ ഈ സിം യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുകയോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ ചെയ്താൽ ഈ ഫിസിക്കൽ സിമ്മാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ ഒരു സിം ട്രേ പോപ്പപ്പ് ചെയ്ത് അതിനകത്ത് സിം എടുത്ത് ദൂരോട്ട് കളയാം. സോ അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള യാതൊരു ഇൻ്റർനെറ്റ് കണക്ഷനോ നമ്മളെ കോളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഫോണിലേക്ക് ലഭിക്കത്തില്ല. പക്ഷേ ഒരു ഈ സിമ്മാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിക്കലി എംബഡഡ് ആയിട്ടുള്ള സിമ്മാണ്. സോ അതുകൊണ്ട് തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിക്ക് ഇതിനകത്ത് സിം എടുത്ത് കളയാനോ ഇൻ്റർനെറ്റ് ഓഫ് ആക്കാനോ സാധ്യമല്ല. ഇതിൽ അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്, എനിക്കൊന്ന് ആരും തന്നെ പറയാൻ ചാൻസ് കുറവുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഈ സിം ഇട്ടിട്ടും എന്താണ് കാര്യം? കാരണം ഈ ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഡിവൈസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്വിച്ച് ഓൺ ചെയ്യണം. അങ്ങനെ വരുമ്പം എന്തായാലും ആളുകൾക്ക് ഉണ്ടാകുന്ന അടുത്തൊരു സംശയമാണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പം ആർക്ക് വേണമെങ്കിലും കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ നെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഈ സിം ഇട്ടാൽ പോലും നെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കൺട്രോൾ സെൻറ്റർ ലോക്ക് സ്ക്രീനിൽ നിന്ന്, അതായത് നമ്മുടെ പാസ്വേഡ് അറിയാതെയും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവിടെ ഈ ഒരു നെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ടും ഒരു സെറ്റിംഗ്സിൻ്റെ ഉപയോഗത്തോടെ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് എനേബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ നമുക്കിവിടെ കാണാം പാസ്വേഡ് ആൻഡ് ഫേസ് ID എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഇതിനകത്ത് കുറേ അധികം സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും, ഈ 2-3 ഓപ്ഷൻസ് ഒഴികെ, അതായത് സിറിയും റിട്ടേൺ മിസ് കോൾഡ് ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസ് ഡിസേബിൾ ചെയ്തിടുക. ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞ പോലെ ലോക്ക് സ്ക്രീനിൽ നിന്ന് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സെക്യൂരിറ്റിയുടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലെവൽ വേണം. അതായത് ആർക്ക് വേണമെങ്കിലും കൺട്രോൾ സെൻറ്ററിൽ നിന്ന് മൊബൈൽ ഡാറ്റ ഓഫ് ആക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്ക് മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതായത് മൊബൈൽ ഡാറ്റ എനേബിൾ ആയിട്ട് വെച്ചാൽ ആർക്കും വന്ന് ഡിസേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പം നമ്മുടെ സ്ക്രീൻ ടൈം എന്ന ഓപ്ഷനിൽ വീണ്ടും പോവുക. അവിടെ കണ്ടന്റ് ആൻഡ് പ്രൈവസിയിൽ പോയിട്ട് ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെല്ലുലാർ ഡാറ്റ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. സ്ക്രീൻ ടൈമിൻ്റെ അവിടെ ഡോണ്ട് അലൗ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് പോവുക. ഇനി നിങ്ങളുടെ കൺട്രോൾ സെൻറ്റർ നിങ്ങൾ താഴ്ത്തി നോക്കിയാൽ കാണാം, നമുക്കവിടെ നമ്മുടെ മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ സാധിക്കത്തില്ല. അത് കംപ്ലീറ്റ്ലി ഫുൾ ടൈം എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇത്രയും ചേഞ്ചസ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ഈവൻ ദോ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മിസ്പ്ലേസ് ചെയ്ത് പോയാൽ പോലും അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും നമുക്ക് നമ്മളുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം നമ്മൾ iCloud.com മറ്റേതെങ്കിലും ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്പിൽ നിന്നോ ഫോണിൽ നിന്നോ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് കാണിക്കാൻ സാധിക്കും. സോ ഇതിൽ രണ്ടാമത്തതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെറ്റിംഗ് ആണ് നമ്മളുടെ ഫൈൻഡ് മൈ എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ആപ്പിൾ ID-യുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഫൈൻഡ് മൈ അല്ലെങ്കിൽ 2-factor authentication. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ ആപ്പിൾ ID എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ ആ ഒരു അക്കൗണ്ട് അവിടെ ഒരു ഗ്രേ ഔട്ട് ചെയ്താണ്, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താലൊന്നും സംഭവിക്കത്തില്ല. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പോകുമ്പോൾ പറഞ്ഞുതരാം, എങ്ങനെയാണ് അതൊക്കെ ലോക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഇതിൽ ആപ്പിൾ ID ഓപ്ഷനിലേക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാം ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ പോയി കഴിയുമ്പം ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് 3 ഓപ്ഷൻസ് അവിടെ എനേബിൾഡ് ആക്കി ഇട്ടേക്കണം. അതായത് ഫൈൻഡ് മൈ ഐഫോൺ, ഫൈൻഡ് മൈ നെറ്റ്വർക്ക്, സെൻഡ് ലാസ്റ്റ് ലൊക്കേഷൻ. മൂന്നാമത് ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എനേബിൾ 2-factor authentication. നമ്മളെല്ലായിടത്തും 2-factor authentication തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതിൽ 2-factor authentication ഓൺ ആണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി ഇതിലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫോൺ നമ്മൾ ഓൺ ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാവുന്ന ഒരാൾ ഫോൺ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്താൽ
അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം നിലവിൽ ആപ്പിളിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ആപ്പിളിൻ്റെ നിലവിലുള്ള ഒരു സെക്യൂരിറ്റി ഫ്ലോ ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. വീണ്ടും നമ്മുടെ ആപ്പിൾ ID സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത്. ഇത് ആപ്പിൾ IDയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് ഈ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്ക് ആപ്പിൾ IDയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം ആപ്പിൾ IDയിലുള്ള ഏതൊക്കെ ഡിവൈസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൾ പേ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പരിധി വരെ. ഇതിൽ ഈ ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഈ പറഞ്ഞ ആപ്പിൾ ID ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇത് വലിയൊരു സെക്യൂരിറ്റി ഫ്ലോ ആണ് നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇതോടൊപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ആപ്പിൾ ID ആക്സസ് ചെയ്യുന്നതിൽ നിന്നും നമുക്കിത് തടയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് നമുക്ക് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉപയോഗപ്പെടുന്നത്. സ്ക്രീൻ ടൈമിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ കണ്ടന്റ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷനിൽ പോവുക, അത് എനേബിൾ ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീൻ ടൈം പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അലൗ ചേഞ്ചസിൻ്റെ താഴെയായിട്ട് അക്കൗണ്ട് ചേഞ്ചസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഡോണ്ട് അലൗ കൊടുക്കുക. ഡോണ്ട് അലൗ കൊടുത്ത് കഴിയുമ്പം വീണ്ടും നമ്മൾ ആപ്പിൾ ID ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ കാണാം ആപ്പിൾ ID ഗ്രേ ഔട്ട് ആയേക്കുന്നത്. അതിൻ്റെ അർത്ഥം ആർക്കും ഈവൻ ദോ ഈ ഫോൺ അൺലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ആർക്ക് പോലും ഈ ആപ്പിൾ ID ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിൽ അഞ്ചാമതായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പാസ്വേഡ്സ്. കാരണം നമ്മളെപ്പോഴും ഐഫോണിൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് പാസ്വേഡ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിലും സിമ്പിളായിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി 4 ഡിജിറ്റ് പാസ്വേഡാണ് സെറ്റ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾ മാറ്റിയിട്ട് 6 ഡിജിറ്റ് പാസ്വേഡ് നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഒരു ഹാക്കറിന് സിമ്പിളായിട്ടൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലൂടെ ഈ 4 ഡിജിറ്റ് പാസ്വേഡ് വളരെ ഈസി ആയിട്ടും കുറച്ച് ഡ്യൂറേഷനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ 6 ഡിജിറ്റ് പാസ്വേഡ് വളരെ ടഫാണ് ക്രാക്ക് ചെയ്യാൻ. വേണ്ടി വന്നാൽ മാസങ്ങളോളം എടുക്കും ഈ ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ 4 ഡിജിറ്റ് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ചേഞ്ച് പാസ്വേഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾ പാസ്കോഡ് ഓപ്ഷനകത്ത് പോയിട്ട് ഇപ്പം ഞാൻ 6 ഡിജിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് 4 ഡിജിറ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ 4 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ 6 ഡിജിറ്റ് കോഡ് എന്ന് പറഞ്ഞ കാര്യം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് 2 സെറ്റിംഗ്സ് ആണ് നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിക്കകത്തുള്ള കുറച്ച് ഓപ്ഷൻസ്. അതിൽ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുക. കാരണം ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആപ്സ് ഇങ്ങനെ ഡിസേബിൾ ചെയ്തിട്ടാലാണ് ഇത് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ മസ്റ്റായിട്ടും ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ആപ്പ് പ്രൈവസി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. കാരണം ഇതുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് യൂസ് ചെയ്താൽ പോലും, കാരണം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ടൈമിലാണ് അവർ ഓപ്പൺ ചെയ്തത് എന്നതിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഈ ഒരു ആപ്പ് പ്രൈവസി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇതും നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇത്രയും സെറ്റിംഗ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ മനസ്സിലാകാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ഐഫോണിൻ്റെ സെക്യൂരിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.